ഹലോ, ഞാൻ സുനി സജീവ്, രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ, ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശു അവരെ നിറയ്ക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്ന തൃപ്തി വരുത്തട്ടെ. തൃപ്തി അത് ദൈവത്തിന് മാത്രം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകട്ടെ. ഇങ്ങനെ മക്കളെ നമുക്ക് എപ്പോഴും അനുഗ്രഹിച്ച് പറയുക, അങ്ങനെ തന്നെ സംഭവിക്കും. നമ്മളും ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകാനാ പിതാവായ ദൈവം ആഗ്രഹിക്കണേട്ടോ. നമ്മുടെ മക്കൾ അങ്ങനെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഇങ്ങനെ തന്നെ നമ്മളെപ്പറ്റി ദൈവത്തിനും ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മുടെ നാശത്തിനല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതി. അപ്പോൾ ഒരു വചനം വായിച്ചു തുടങ്ങാം കേട്ടോ. ഇത് എപ്പോഴും ഓർക്കണം കേട്ടോ. ഈ വിശുദ്ധന്മാരുടെ പുറകെ നമ്മൾ പ്രാർത്ഥിക്കാൻ നടക്കുമ്പോൾ ഓർക്കണം കേട്ടോ. ബൈബിളിനെതിരായിട്ട് പ്രാർത്ഥിക്കരുത്. എഫേസ്യർ 1:4 പറയുക, നമ്മൾ ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുത്തു. അപ്പം നമ്മളെ എല്ലാവരെയും ക്രിസ്തുയേശുവിലുള്ള തിരഞ്ഞെടുപ്പിൽ നമ്മൾ പെട്ടു. അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം. ആ ക്രിസ്തു യേശുവിനെ അറിയുക, ആ യേശുവിനോട് പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടതും പുത്രനായ യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടതും വിളിക്കപ്പെട്ടതുമായുള്ളവരെ നമ്മളാട്ടോ. അങ്ങനെ ഭാഗ്യം കിട്ടിയ ശ്രേഷ്ഠ ജാതിയാട്ടോ. അപ്പം എപ്പോഴും ഓർക്കണം, അങ്ങനെ ഏറ്റവും മനോഹാരിത ഉള്ളവരാണ് നമ്മളെ യേശു സ്വന്തം മകൻ്റെ മണവാട്ടി സഭയിലേക്ക് നമ്മളെ തിരഞ്ഞെടുത്തതാണ്. നമ്മൾ നിഷ്കളങ്കരും വിശുദ്ധരും ആകേണ്ടതിന്. അപ്പോൾ എല്ലാ മനുഷ്യരും നിഷ്കളങ്കരും വിശുദ്ധരും ആകാൻ, അല്ലാണ്ട് ഒരു മദർ തെരേസയോ ഒരു അൽഫോൻസാമയോ ഒന്നോ രണ്ടോ വിശുദ്ധർ വന്ന് ചെന്നാൽ പോരാ. അപ്പോൾ എല്ലാവരും വേണം. അപ്പോൾ നമ്മളൊക്കെ ചെല്ലണം. ഇത് എല്ലാവർക്കും അങ്ങനെയല്ലേ. ഒരു മകൻ വലിയ ആളായാൽ മതിയോ? 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളും ലോകത്തിൽ ഉന്നതരും ക്രിസ്തുയേശുവിൽ പ്രശസ്തരും ആകാനല്ലേ അപ്പനും അമ്മയും ആഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്ത് സങ്കടമായിരിക്കും. ഒരാൾ വഴിതെറ്റിപ്പോയി എന്ത് സങ്കടമായിരിക്കും. ആ കുടുംബത്തിൻ്റെ സന്തോഷം അപ്പടി പോകൂലേ. അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം, നമ്മൾ ആഗ്രഹിക്കണതിൻ്റെ 100 ഇരട്ടി നമ്മളെപ്പറ്റി ദൈവം ആഗ്രഹിക്കണേ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി അറിയുക. പിന്നെ ഇന്ന് വനിതാ ദിനാട്ടോ. ഈ വീഡിയോ നിങ്ങൾ നാളെ കാണണം. ഇന്ന് വനിതാ ദിന. ഇന്ന് എനിക്ക് ഒത്തിരി ഫോൺ കോൾ വന്നു. നമ്മുടെ റണ്ണിങ് മെറ്റീരിയലിലൊക്കെ ആ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, സ്ത്രീകളെ എല്ലാവരും ഒരേ പ്രശ്നം ഉണ്ടാകുമ്പോൾ കുറേ ദിവസം ഫോൺ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ വീട്ടുകാരെ ചീത്ത പറച്ചിലും അല്ലാത്തതുമൊക്കെ, സ്ത്രീധന പീഡനത്തിന് എപ്പോഴും ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറേ പറയും. ഈ സ്വന്തം വീട്ടുകാർക്കും അതിൽ അവർ പെടില്ലേ. സ്വന്തം വീട്ടിലും ഒരു മകളെ കെട്ടിച്ച് വിട്ടാൽ ആ മകൾക്ക് ആ സാഹചര്യം അവിടെ ശരിയാണോ? അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കണ്ടേ? സ്വന്തം വീട്ടിൽ ആ മക്കളുടെ ഒപ്പം പെമ്മക്കൾക്ക് സ്ത്രീധനം അല്ല കൊടുക്കേണ്ടത്, ഷെയർ കൊടുക്കുക. ഈ സ്ത്രീധനം കൊടുത്ത് എന്തിനാ കെട്ടിച്ച് വിടണേ? മക്കളെയൊക്കെ അങ്ങനെ കെട്ടിച്ച് വിട്ടാൽ മതി, സ്വത്തൊക്കെ അവിടെ കിടക്കട്ടെ എന്നേ. അവർക്കൊരു കാലമാകുമ്പോൾ അതൊക്കെ കൊടുത്താൽ പോരെ. തുല്യമായിട്ട് ആമക്കൾക്കും പെമ്മക്കൾക്കും സ്വത്ത് കൊടുക്കണമെന്ന് നമ്മൾ ഓരോ പെണ്ണുങ്ങളും പറയുമ്പോൾ സ്ത്രീയുടെ സ്വാതന്ത്ര്യം വരും, സ്ത്രീകളുടെ അവകാശങ്ങൾ കിട്ടും. നമ്മളെപ്പോഴും എല്ലാവരും പെണ്ണുങ്ങളാണ് കൂടുതൽ പറയണേ. പെമ്മക്കളെ കെട്ടിച്ചു വിട്ടു കൊടുക്കാൻ പാടില്ല. എൻ്റെ അമ്മയൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് 2 ആങ്ങളമാരുള്ളൂ. 10-12 ഏക്കർ ഉണ്ട്. 10 സെൻറ്റ് പോലും എനിക്ക് തന്നിട്ടില്ല. എനിക്ക് വിഷമവും ഇല്ലട്ടോ. പണ്ടൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ യേശുമ്പരാൻ നിറഞ്ഞ് തന്ന് തൃപ്തി വന്ന പോലെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തൃപ്തി വരുത്തുക എൻ്റെ യേശുബ്രാൻ്റെ ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞാൻ ഒത്തിരി സങ്കടത്തിൽ കിടപ്പ്, ഒത്തിരി സങ്കടത്തോട്. പക്ഷേ യേശുവിലേക്ക് വന്നപ്പോൾ എൻ്റെ യേശുബ്രാൻ എനിക്ക് തന്നു കേട്ടോ. അപ്പൻ്റെയും അമ്മയുടെയും വീട്ടുകാരുടെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ വീട്ടുകാരുടെയും ഒക്കെ സ്വത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും സങ്കടത്തിലായിരുന്നു. ഒന്നും ആരും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ യേശുവിലേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ യേശുപ്പൻ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു. എൻ്റെ യേശുപ്പൻ എൻ്റെ മക്കളെയും കാത്തു പരിപാലിച്ച് എല്ലാം തരാൻ മതിയായവനാട്ടോ യേശുപ്പൻ. അപ്പം നമ്മളെപ്പോഴും ഓർക്കണം, നമുക്ക് 2 മക്കളുണ്ടോ 3 മക്കളുണ്ടോ, മക്കളെ വേർതിരിച്ച് കാണരുത്. യേശുമ്പരാൻ അങ്ങനെ വേർതിരിച്ചിട്ടില്ല. നമ്മൾ യേശുവിൻ്റെ സ്വഭാവമാകണം. മക്കൾക്ക് തുല്യമായിട്ട് ആണായാലും പെണ്ണായാലും തുല്യ അവകാശം കൊടുക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോസ് കാണാം കേട്ടോ. അപ്പം മുടി നമ്മളിപ്പോൾ ഈ വേനൽക്കാലത്ത് വന്നൊരു സ്പായൊക്കെ ചെയ്തോട്ടോ. ഒത്തിരി താരം കയറിയ ഒത്തിരി അലർജി സംഭവങ്ങളുണ്ടാകും. പിന്നെ ഇങ്ങനെ കളർ ചെയ്യുന്നവരില്ല, വൈറ്റ് ഹെയറിനൊക്കെ, അവരിടയ്ക്ക് സ്പാ ചെയ്തില്ലെങ്കിൽ അലർജി വരും കേട്ടോ. സ്പാ ചെയ്തിട്ട് നിങ്ങൾ കളർ ചെയ്തേ. ഇന്നിപ്പോൾ അങ്ങനെ അലർജി ഉള്ളവർക്കൊക്കെ നിങ്ങൾ സ്പാ ചെയ്തിട്ട് കഴുകിയിട്ട് അത് കഴിഞ്ഞിട്ട് കളർ ചെയ്തേ, ഒരു ചൊറിച്ചിലും ഇല്ലെന്നാണ് പറഞ്ഞപ്പോൾ. അലർജി ഒന്നുമില്ല. അപ്പോൾ സ്പാ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ നമുക്കിപ്പോൾ ബ്യൂട്ടി പാർലർ 25% ഈ മാസം ഉള്ളൂ കേട്ടോ. ഏപ്രിൽ മുതലില്ലേ 25% ഫേഷ്യലിനും ഇതിനൊക്കെ സ്പായ്ക്കും എല്ലാത്തിനും ഡിസ്കൗണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുക.
അപ്പോൾ പിന്നെ എന്നതാ പറയാനുള്ളത്, പെഡിക്യൂർ ഇതൊക്കെ ചെയ്യുക. എല്ലാത്തിനും 25% എല്ലാം നമ്മളെ ബ്രാൻഡഡ് സാധനം കേട്ടോ. മേക്കപ്പിനായാലും എല്ലാത്തിനും ബ്രാൻഡഡ് കമ്പനിയെ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അത് തന്നെ സ്കിന്നിയിട്ടും നമ്മളെ ഹെയറിയിട്ടൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ബ്രാൻഡഡ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ കാണാൻ വളരെ വാട്സപ്പിൽ മെർക്കുറി ഉള്ളത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ എടുത്താലും ബ്രാൻഡഡ് കമ്പനി തന്നെ യൂസ് ചെയ്യണം കേട്ടോ. നമുക്കടെ ദൈവം ഇത് രാജകീയ ശരീരമാണ്, വിലയേറിയതാണ്. രാജാതിരാജൻ യേശുമ്പരാൻ വസിക്കുന്ന വിശുദ്ധ മന്ദിരാണ്. അപ്പം നമ്മളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുക. നമ്മൾ പള്ളി അമ്പലമൊക്കെ വൃത്തിയാക്കുക എന്ന് പറയില്ലേ, അതിലും വൃത്തിയാക്കേണ്ടത് നമ്മളെ തന്നെയാണ്. നമ്മളുടെ ഉള്ളിലല്ലേ യേശുമ്പരാൻ വസിക്കണേ. അപ്പം യേശുമ്പരാൻ്റെ കൃപയാൽ പിന്നെ മുടി നമ്മൾ കരാട്ടിൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു കരാട്ടിൻ എന്ന് പറഞ്ഞൊരു കവറിങ്ങാണ്, നാച്ചുറൽ ഓർഗാനിക് സംഭവമാണ്. അത് അയൺ ചെയ്ത് ഞാൻ തേച്ച് പിടിപ്പിക്കുക. അത് വാഷിൻ്റെ വിട്ട 40 വാഷൊക്കെ ഒരു 8-9 മാസം കഴിയുമ്പോഴത്തേനും കരാട്ടിൻ കംപ്ലീറ്റ് മുടിയെന്ന് പോകും. അപ്പം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. പിന്നെ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 വർഷത്തോളം കരാട്ടിനൊക്കെ നല്ല സൂപ്പറായിട്ട് നിൽക്കും കേട്ടോ. വർഷത്തിലൊരിക്കലും മുടി അങ്ങനെ ചെയ്തിട്ടാൽ ഇപ്പം എൻ്റെ 5-8 മാസമായി, 5-6 മാസമായി. ഇപ്പോഴും ഒന്ന് കഴുകിയാൽ മതി. കഴുകാൻ സമയമില്ലാത്ത കുഴപ്പമുള്ളൂ. ആഴ്ച 2 പ്രാവശ്യം കഴുകിയ ഇങ്ങനെ മുടി ഒഴുകി ഭയങ്കര ഡ്രൈ ഹെയർ എന്നിട്ട് ഇങ്ങനെ ഒഴുകി കിടന്നോളൂ. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ളവരായിട്ട് മുടി ചെയ്യാൻ വന്നാൽ മതി കേട്ടോ. മുടി ചെയ്തിട്ട് ഒരു മുടി പോലും ഒരു മനുഷ്യൻ്റെ പോകുള്ളൂ കേട്ടോ. അത് ഓർത്ത് നിങ്ങൾ ചിന്തിച്ചോണ്ടെങ്കിൽ എൻ്റെ കടയിട്ട് ചെയ്യാൻ വരണ്ട. ഞാൻ ഉറപ്പും ധൈര്യം ചെയ്യാം, ഒരു പേ പോലും ചാവില്ല. മുടി ചെയ്തിട്ട് ഒരിക്കലും നമുക്കൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല. പിന്നെ എന്നാ പറയാനുള്ളത്? അപ്പോൾ എല്ലാ കാര്യവും പറഞ്ഞില്ലേ. അപ്പോൾ രേവതി ഗോൾഡൻ ഡയമണ്ട്സിൽ സ്കീമിൽ കൂടുക. നമുക്കൊരു ചെറിയ സേവിങ്സ് ഒക്കെ എപ്പോഴും നല്ലതാണ്. എല്ലാ വസ്തുവും ആരോഗ്യമുള്ളപ്പോഴൊക്കെ ഇച്ചിരി കൈവത്ത് വെച്ചാൽ ഏതാണ്ടൊക്കെ എന്ന് പറഞ്ഞ പോലെ കാവത്ത് അങ്ങനത്തോ അത് മുഴുവിക്കാറുള്ള. അപ്പോൾ നമുക്ക് പല സേവിങ്സ് എപ്പോഴും നല്ലതാട്ടോ. ആരോഗ്യമുള്ള പഠിച്ച് പൊളിച്ച് നടക്കണം, പക്ഷെ സേവിങ്സൂടെ വേണേ. പിന്നെ അപ്പോൾ എല്ലാ കാര്യവും പറഞ്ഞു. തുണിക്കടയിൽ വന്നട്ടോ ഒത്തിരി കോഡ് സെറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടുപിടിക്കാൻ എല്ലാവരും യേശുമ്പരം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കിനി വീഡിയോസ് കാണാം. ശരി എന്ന്. ഞാൻ റിജ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാട്ടോ. റിജയുടെ കീർത്താമസത്തിന് റിജ ഒരുങ്ങാൻ വന്നാട്ടോ. ഇങ്ങനെ കല്യാണ പെണ്ണുങ്ങൾ ഒരുക്കണ പോലെ ചുമ്മാ ഒരുക്കിയതുള്ളൂ. റിജയ്ക്ക് ഒന്നും മേക്കപ്പ് വേണ്ട ലൈറ്റായിട്ട് ചുമ്മാ ഒന്ന് ഒരുക്കി. നമ്മളെല്ലാവരും ഇപ്പം എങ്ങനെയല്ലേ ഫംഗ്ഷനൊക്കെ ഒന്ന് ഒരുങ്ങി പോകണ്ടേ. എന്തോ ഒരു ഫോട്ടോസ് നമുക്ക് പ്രധാനപ്പെട്ട ദിവസമൊക്കെ അല്ലേ. റിജയ് ഒരുക്കിയിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. റിജിക്കും ചേട്ടത്തി നിത്യവാലൊന്നുമില്ല, എനിക്കുമില്ല. ഞങ്ങൾ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഒരുങ്ങി സുന്ദരിയായിട്ട് റിജ പോവുകയാണ്. അപ്പോൾ റിജയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നല്ല വീടൊക്കെ പണിത് ദൈവം അനുഗ്രഹിച്ച വീടാണ്. അപ്പോൾ ഒന്ന് പ്രാർത്ഥനയിൽ ഓർക്കണം. അപ്പോൾ ശരിയെന്ന്. ഈ മോക്കടെ ഹെയർ മേക്കോറിന് വന്നാണേ, കരാട്ടിനാട്ടോ ചെയ്യാൻ പോണേ. ഈ മോള് നേരത്തെ ഇവിടെ ചെയ്തത് തന്നെയാട്ടോ. അപ്പോൾ 2-3 പ്രാവശ്യം ഇപ്പം ചെയ്തു. ഭയങ്കര ചുരുണ്ട മുടിയാണ്. ഇത് ഭയങ്കര ഇങ്ങനെ ചുരുണ്ട് കയറണ മുടിയില്ല, ഇങ്ങനെ വൈക്കോത്തുറു പോലെ ഇരിക്കണേ ആ സൈസ് മുടിയായിരുന്നു. ഇപ്പോൾ ചെയ്ത് ഇച്ചിരി നീണ്ടു വന്നുണ്ട്. പിന്നെ അങ്ങനെ അതിമനോഹരമായിട്ട് വന്നുണ്ട്. അപ്പം ഇതിൻ്റെ അതിമനോഹരമായ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് കരാട്ടിനാണ് ചെയ്തത്. ഇപ്പോൾ 2-3 പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഇവിടെ ചെയ്തു തുടങ്ങിയിട്ട് 2-3 പ്രാവശ്യം ഇവിടെ ചെയ്തു തുടങ്ങിയിട്ട് ഈ നൂഡിൽ സ്കെയിൽ അറിഞ്ഞ ഈ മോക്കടകളോട് തന്നെ ചോദിക്കതേ ഈ മുടിയുടെ പണ്ടത്തെ ചായയൊക്കെ എന്നാർന്നേ. അപ്പോൾ ഇപ്പം ആ കൊച്ചിന് എല്ലാം കഴിക്കുന്നുണ്ട്. കൊച്ച് ബയോട്ടിൻ, സിങ്കോവൈറ്റ്, D3യുടെ ഗുളിക. ഈ കൊച്ചിനിപ്പോൾ മറ്റേ നൂഡിൽ സ്കെയിൽ എന്നൊക്കെ അറിയാതെ ഇങ്ങനെ കയറിയിരിക്കണേ. ഇപ്പം നീണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെട്ടിക്കളഞ്ഞതാണ്. അപ്പം മുടി ഇവിടെ സോഫ്റ്റായി. പക്ഷേ ഇതിനൊട്ടും വലിയ പ്രായമൊന്നുമില്ല. ഇത് പറയണത് അതിൻ്റെ വീട്ടിലെല്ലാവർക്കും 30 വയസ്സാകുമ്പോൾ വൈറ്റ് ഹെയർ വരുമെന്ന്. നിങ്ങളങ്ങനെ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പാരമ്പര്യം അന്നങ്ങനെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആരും മരുന്ന് കഴിക്കില്ലായിരുന്നു. ഏതോ വിറ്റാമിൻ്റെ കുറവാട്ടോ നമുക്ക് അത്. അപ്പോൾ അത് ഏത് വിറ്റാമിനെന്ന് വെച്ചാൽ ഒരു മുടി വൈറ്റ് ഹെയർ വെച്ച് ഒരു 55 വയസ്സൊക്കെ ആകുമ്പോഴാണ് പണ്ട് നരയ്ക്കണേ. ശരിക്കും അതൊക്കെയാണ് നരയുടെ കാലഘട്ടം. അപ്പോൾ നമുക്ക് ഡെഫിഷ്യൻസികൾ ഉണ്ടെങ്കിലാണ് നമുക്ക് അതിന് മുമ്പ് നരയ്ക്കുള്ളൂ. അപ്പം നമ്മൾ വൈറ്റ് ഹെയർ വരുമ്പോൾ ഭാഗ്യനര ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് അപ്പോൾ ഇതിൻ്റെ റെമഡികൾ ഇപ്പോൾ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നോക്കണം, ഡോക്ടറെ കാണണം കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് ഇതിന് വലിയ ഇത്രയും മുടി വലിയ സന്തോഷമാട്ടോ. നിറച്ച് മുടി ഇല്ലെന്നൊന്നും ആരും പറയില്ല. അത് വേണ്ട മുടിയായി. പിന്നെ ആഫ്റ്റർ കെയർ ഒക്കെ നന്നായിട്ട് അത് കെയർ ചെയ്യണ്ടല്ലേ. അത് തന്നെയാണ് കൈകാര്യം ചെയ്യണേ. അപ്പോൾ പിന്നെ മുടി ഉണ്ടായിക്കോളും. ഇതൊക്കെ വെയിറ്റും ബയോട്ടിനൊക്കെ കഴിച്ചിട്ട് മുടിയും മുകളിലത്താവുന്നത്. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം അവിടെ ചെയ്യാൻ വന്നാൽ മതി. ഇപ്പോൾ ചെയ്തേക്കുന്നത് കരാട്ടിൻ ബയോടാനിക്സ് നാനോ ഫോഴ്സ് താസ്കെ ബയോടാനിക്സ് ഏറ്റവും അപ്ഡേഷനാണ്.
പണ്ട് ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ നാനോപ്ലാസ്റ്റി ആയിരുന്നു. അതിന് മുമ്പ് നമ്മൾ കൊറോണയ്ക്ക് മുമ്പ് ബോട്ടോസ് ആയിരുന്നു. അതിന് മുമ്പ് ആദ്യം ഇറങ്ങിയതിൻ്റെ പേര് വന്നു. കരാട്ടിൻ തന്നെയാട്ടോ ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും പുതിയത് വന്നു. അപ്പോൾ ഏറ്റവും നല്ല റിസൾട്ട് ഇതിന് കിട്ടുന്നുണ്ട്. കുറേ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇപ്പം എത്ര ആളുകൂടി ഇത് ചെയ്താൽ അപ്പോൾ കൊച്ച് വർഷം UK അപ്പോൾ പുറത്തുനിന്ന് ഇവിടെ വരികയും ചെയ്യണേ. ഏപ്രിലിൽ ചെയ്തിട്ട് പോയതാണ്. അപ്പോൾ ഒരു വർഷമായി കൊച്ച് ചെയ്തിട്ട്. അപ്പോൾ ഒരു വർഷം കൂടി നമുക്ക് ഇതിങ്ങനെ കണ്ടോ സൂപ്പറായിട്ട്. ഈ പിള്ളേർ ഈ ഹെയറിൻ്റെ പണ്ടത്തെ സ്വഭാവം ഓർക്കണ്ടായിരുന്നു. എനിക്ക് പിടികിട്ടില്ല, ഞാൻ മറന്നുപോയി. കൊച്ചിനും ഓർമ്മ കിട്ടി, പക്ഷെ മുടിയും മറന്നുപോയി. അപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം? ഇഷ്ടപ്പെട്ടിട്ടല്ല കൊച്ച് എപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ വന്നത്. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരെല്ലാം വന്ന് ചെയ്യുക. മുടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മുടിയൊക്കെ ചെയ്യേണ്ട പല്ല് പൊട്ടിയാൽ നമ്മൾ അടയ്ക്കില്ല. അതുപോലെയായി സകല മനുഷ്യരും അങ്ങനെ ഒരു കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴത്തേനും ഡെഫിഷ്യൻസിലുള്ള മുടി ഇങ്ങനെ പൊട്ടി എഴുന്നേറ്റിക്ക് നിൽക്കും. അപ്പോൾ ഇത് നമ്മുടെ സൗന്ദര്യം എല്ലാം പോകും. ഹെയർ മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. നമുക്ക് പിന്നെ വലിയ കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യാനൊന്നുമില്ല. ഏത് ഡ്രസ്സ് നമുക്ക് ചെയ്യും, ഒരു മോഡേൺ ലുക്കും വരും, യങ് ലുക്ക് വരും. അതൊക്കെ ഒരു വലിയ ഇതാണ്. അപ്പോൾ മുടി ചെയ്യാനുള്ളവർ വരിക. അതുകൂടാണ്ട് ഇവിടെ 25% മുടി ഫിൽറ്റർ മറ്റേതെല്ലാം ഡിസ്കൗണ്ട് ഉണ്ട്. ഫേഷ്യൽ ടാനിങ്ങിൻ്റെ ഇത് ഒക്കെ ഈ വേനൽക്കാലത്ത് അതൊക്കെ ചെയ്യുക. സ്പായ്ക്ക് വരെ വെച്ചിട്ടുണ്ട് ഡിസ്കൗണ്ട്. അപ്പോൾ നിങ്ങൾ വന്നതെല്ലാം യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്ന് എല്ലാവരും സ്പായ്ക്ക് ഒന്ന് ചെയ്യട്ടെ എന്ന് ഓർത്തോണ്ട. ഇത്രയും എല്ലാം ബ്രാൻഡ് കമ്പനിയുടെ ആട്ടോ. കമ്പനി ചോദിച്ചിട്ട് ചെയ്തെച്ചാൽ മതി. ബ്രാൻഡ് കമ്പനിയെ ചെയ്യാവുള്ളൂ. ഇപ്പോൾ കാണുമ്പോൾ വാട്സപ്പിൽ അല്ലാണ്ടൊക്കെ ചെയ്യണം കൂടുതലും പറഞ്ഞു. അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാം ചെയ്യുക. പെഡിക്യൂർ എല്ലാത്തിനും ഡിസ്കൗണ്ട് ഇട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുക. അപ്പോൾ ശരിയെന്നാ. അപ്പോൾ ഈ വീട്ടിൽ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ വന്നതാണ്. ഈ മുടി നല്ല മുടിയൊക്കെ ആട്ടോ. പിന്നെ കൊച്ചല്ലേ, മധുര 17 അപ്പോൾ തിളയ്ക്കുന്ന പ്രായമല്ലേ, രക്തം തിളയ്ക്കണേ. ഈ പ്രായത്തിലൊക്കെ ഞാൻ ഓർക്കും ഞങ്ങളുടെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചപ്പോൾ ഇന്ന് മുടിയില്ലാത്തവരില്ല. ഉള്ളിൽ നിന്ന് ചുമ്മാ അരിവാളിനെ കത്രിക പോലും ഓരോരുത്തരെ വീട്ടിൽ കാണാം. അങ്ങനെ വെട്ടിക്കളഞ്ഞുകൊണ്ടിരുന്ന കാലമാണ്. അപ്പോൾ അത്രയും ഇപ്പം ഇങ്ങനെ മുടി എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ ഇല്ല. അപ്പോൾ ഈ മുടി പക്ഷെ ഡ്രൈ ആയി. ഇപ്പോഴത്തെ പിള്ളേരുടെ ഹെൽത്തിൻ്റെ പ്രോബ്ലം ആട്ടോ. മെയിൻ D3 പണ്ടൊക്കെ വെയിലും ഉണ്ടാണ്ട കളിയൊക്കെ അല്ലായിരുന്നു. ഇപ്പോൾ ഇതൊന്നും കളിക്കാനോ ഒന്നുമില്ലല്ലോ. അപ്പോൾ ആ പോരായ്മ ഇങ്ങനെ ആരോഗ്യ പോരായ്മ, ചക്ക, മാങ്ങാപ്പഴം, ഹീമോഗ്ലോബിൻ അതൊക്കെ കഴിക്കുമ്പോൾ കൂടുതലും. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇത് കരാട്ടിനാണ് ചെയ്യാൻ പോണേ. അത് കരാട്ടിൻ നാനോപ്ലാസ്റ്റിയ ആർന്ന് പണ്ട് ചെയ്തോണ്ട് അതിൻ്റെ അപ്ഡേഷൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ് ആട്ടോ. ഏറ്റവും അപ്ഡേഷൻ ആട്ടോ. നമ്മളെ പണ്ടൊക്കെ ഏറ്റവും അത് ചെയ്തതിൻ്റെ പേര് വന്നു. അത് ഭയങ്കര ഫേമസ് ആണ്. അത് കഴിഞ്ഞ് ബോട്ടോസ് ആയിരുന്നു, പിന്നെ നാനോപ്ലാസ്റ്റി ആയി, പിന്നെ ഇത്. അപ്പോൾ ഇതിൽ ഇനി അടുത്തത് ഇതിൻ്റെ വലിയത് വന്നാൽ നമ്മൾ അതും ചെയ്യും കേട്ടോ. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഇതിൻ്റെ അതിമനോഹരമാകുന്ന കാഴ്ച, പരസ്യത്തിന് വെള്ള കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യും. കൊച്ചെ ഒന്നാതെ പഠിക്കാൻ പോവുക. അപ്പോൾ കൊച്ചിന് അത് കെയറിങ് ഒത്തിരി അനുഗ്രഹമായിരിക്കും. പിന്നെ മുടിയും ചീപ്പറക്കി ഒന്നും നടക്കണ്ട. അതൊരു വലിയ അനുഗ്രഹമാട്ടോ. ഇത് ചെയ്തിട്ട് പിന്നെ ചെയ്യാണ്ടേ പറ്റൂല. നമുക്കിങ്ങനെ ഒരു ഇതിലൊക്കെ ഭയങ്കര ലുക്കും വരും. നമുക്കിങ്ങനെ നോക്കുമ്പോൾ മിററിലൊക്കെ ഒരു ഭയങ്കര സ്റ്റൈലിഷ് ലുക്ക്. 70% നമ്മുടെ മേക്കപ്പ് കറക്റ്റാവും. പിന്നെ ഇച്ചിരി ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടൊന്ന് കണ്ണു എഴുതിയ മേക്കപ്പ്. ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ, ഫൗണ്ടേഷൻ പോലും ഇടാറില്ല. അപ്പോൾ ഓക്കെ ആവും. അപ്പോൾ റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് വേണ്ട, ഞാൻ പറഞ്ഞില്ലേ പരസ്യത്തിന് വെല്ലണം പോലെ ആവുമെന്ന്. അടിപൊളിയായില്ലേ, കണ്ടാൽ നാച്ചുറലായിട്ട് തന്നെയല്ലേ തോന്നണേ. ഭയങ്കര സോഫ്റ്റായി. ഇപ്പോൾ ഫ്രഷ്നെസ് ഇല്ല, ഇങ്ങനെ ഒഴുകി കിടക്കണം. അടിപൊളിയായിട്ടില്ലേ നോക്കി. ഇങ്ങനെ പരസ്യത്തിൽ കിടക്കണ പോലെ നിങ്ങളുടെ മുടിയാവും കേട്ടോ. അപ്പോൾ വന്ന് ഇത് കരാട്ടിനെ ചെയ്തേക്കണേ. കരാട്ടിൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിക്സ്. കരാട്ടിനാണ് നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ കിടന്നോളും. അത് ഒത്തിരി ലാസ്റ്റ് ചെയ്യൂട്ടോ. ഏത് ചെയ്താലും തലേന്ന് കിടത്ത് വരുന്നത് നോർമലായി വരുള്ളൂ. അതൊരു 5-8 മാസമൊക്കെ ആകുമ്പോൾ ഇവിടെ വരെ നോർമൽ വരും. പിന്നെ ഈ മോളൊക്കെ പുറത്തോട്ട് പോയി നാട്ടിൽ വരുമ്പോൾ ഇവിടെ വരുമ്പോൾ കരാട്ടിൻ ചെയ്താൽ മതി. അതുവരെ ആഫ്റ്റർ കെയർ ഒക്കെ കറക്റ്റ് യൂസ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാണ്ട് മുടി സോഫ്റ്റ് ആയിട്ടിരുന്നോളൂ. പിന്നെ കരാട്ടിനാകുമ്പോൾ വലിയ ഡിഫറൻസ് തോന്നൂല തലേന്ന് കിടത്ത് വരുന്നത്. ഇതുകൂടെ മറ്റേ സ്മൂത്തനിങ്ങിനേക്കാൾ ഇച്ചിരി ഡിഫറൻസ് വ്യത്യാസം വരും. പക്ഷെ വ്യത്യാസം എപ്പോഴും വരും കേട്ടോ. പൊട്ടിയ മുടിയൊക്കെ നമ്മുടെ നാച്ചുറൽ മുടി ഇങ്ങനെ നമ്മൾ ഫുഡും വിറ്റാമിൻ ഗുളികകളും ഒക്കെ കഴിച്ചാൽ പൊട്ടൽ കുറയുകയും ചെയ്യും. D3 എടുക്കുകയൊക്കെ ചെയ്താൽ. അപ്പോൾ മോളെ ഇഷ്ടപ്പെട്ട മോളെ ഇഷ്ടപ്പെട്ടു എന്നാട്ടോ പറഞ്ഞത്. കേൾക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഇത് കണ്ടോ,
ഇങ്ങനെ മുടി ചെയ്യാൻ പോലെ. അപ്പോൾ അതീവ മനോഹരമായിട്ട് മുടി ഇങ്ങനെ കിട്ടിക്കോളും. കൊച്ചിന് മുടി ഭയങ്കര നീളത്തിലുണ്ടാകുന്ന കൊച്ചിന് ഡൊണേറ്റ് ചെയ്തതാണ്. നല്ല മനസ്സുള്ള കൊച്ചൊക്കെയാണ്. അപ്പോൾ പിന്നെ നീളമൊക്കെ ഇത് മതി. എന്തിനാ ഇങ്ങനെ കെട്ടാൻ സൗകര്യമുണ്ട്. ഒത്തിരി നീട്ടണേക്കാളും നല്ലത് ഉള്ള മുടി നല്ല ഗ്ലാമറിൽ ഇങ്ങനെ ആണെങ്കിൽ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ മാസം ക്രിസ്മസ് ഓഫർ എല്ലാത്തിനും നമുക്ക് 25% ഉണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റിന് 15% ഉണ്ട്. നിങ്ങൾ പെട്ടെന്ന് രേവതി ബ്യൂട്ടി പാർലർ വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഓഫറും കിട്ടും. എല്ലാം ഒന്ന് സുന്ദരി ആവുകയും ചെയ്യാം. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ പെട്ടെന്ന് പോരെ. ഹെയർ മേക്ക് ഓവർ വന്നാണ്. നല്ല കേളി ഹെയറാണ്, പക്ഷെ നല്ല ഡ്രൈനെസ് നന്നായിട്ടുണ്ട് അല്ലേ, ബൊട്ടലും ഉണ്ടല്ലേ. ഇതാണ് മുടി. അത് കേളി ഹെയർ. പിന്നെ അവർ നല്ല ഷാമ്പൂവും കണ്ടീഷനൊക്കെ യൂസ് ചെയ്യണതിൻ്റെ ഉണ്ട്. ഡ്രൈനെസ് ആണെങ്കിലും ഇതേ ഈ പൊട്ടലൊക്കെ മാറ്റി നമ്മൾ കരാട്ടിൻ ചെയ്യാൻ പോവാട്ടോ ഈ ഹെയർ. അപ്പോൾ ഈ മുടി കരാട്ടിൻ ചെയ്ത് കഴിഞ്ഞ് ഈ പൊട്ടി പോലെ കുറച്ച് കഴിയുമ്പോൾ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരും. പിന്നെ ഈ കേളി ഹെയർ ഒന്നാമത് ഒരു ഡ്രൈ ഹെയറിൻ്റെ ഒരു ഇതാണ്, അന്നേരം പൊട്ടൂലോ. മെയിൻ വല്ല D3 ഒക്കെ ഇത് ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ D3 കുറയുമ്പോൾ മുടി പൊട്ടും. പിന്നെ വൈറ്റ് ഹെയർ വരും. D3 ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു വെച്ചാൽ മറന്നു പോവാ. നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ ദൈവമേ, ഞാനും ഇങ്ങനത്തെ. അപ്പോൾ ഈ മുടി ഇപ്പം കരാട്ടിനാകുമ്പോൾ നിങ്ങൾ കരാട്ടിൻ ചെയ്യുകയാണെങ്കിൽ കരാട്ടിൻ ഏതാ ചെയ്യണമെന്ന് ഏത് ഷോപ്പിലായാലും ചോദിക്കണം കേട്ടോ. കരാട്ടിന് ഒത്തിരി ലോ ക്ലാസ് ഒക്കെ ഉണ്ട്. നമ്മളെപ്പോഴും തലയിൽ ചെയ്യുന്നത് ബ്രാൻഡഡ് കമ്പനി, തലയെല്ലാം മുഖത്ത് ഫേഷ്യലൊക്കെ നമ്മളെല്ലാം ബ്രാൻഡഡ് കമ്പനി ചെയ്യാവുള്ളൂ. കാരണം അവർക്ക് ആ പറഞ്ഞതിന് ഇതില്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്രാൻഡഡ് കമ്പനി ചെയ്യാൻ നമ്മൾ ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേഷൻ നാനോ ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ചെയ്യാൻ പോകണം. നല്ല റിസൾട്ടുമാണ്. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ആഫ്റ്റർ കെയർ യൂസ് ചെയ്യാതാലാണ് അതിൻ്റെയൊക്കെ റിസൾട്ട് നിലനിന്ന് പോകുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതിമനോഹരമായ കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഈ മോളിനോട് പറഞ്ഞു എൻ്റെ മുടി എപ്പോഴും പൊട്ടിയേക്കുമെന്ന് ഞാൻ അങ്ങനെ കണ്ണട വെച്ചില്ലേ. കഴിഞ്ഞ അടുത്ത വീഡിയോ കണ്ണട വെച്ചപ്പോൾ എല്ലാം പൊട്ടി. അപ്പോൾ എനിക്ക് തോന്നുന്നത് മോക്കടെ D3 കുറവിൻ്റെ എനിക്ക് അതിൽ ഓരോ വൈറ്റ് ഹെയറുണ്ട്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് D3 ഫോളോ അപ്പ് ചെയ്തു. സിങ്കോവൈറ്റും ബയോട്ടിനും മൾട്ടി വിറ്റാമിനും ഒക്കെ എടുത്തു തുടങ്ങി. ഇങ്ങനെ പറയാൻ എളുപ്പമാണ്, ഞാനും മറന്നു പോകും. അപ്പം നമ്മളത് ഓർക്കുക. നമ്മുടെ ഹെൽത്താണ് വെൽത്ത്. കുടുംബത്തിൻ്റെ അസറ്റ്, മക്കളുടെ അസറ്റ് എല്ലാം നമ്മുടെ ആരോഗ്യമാട്ടോ നമ്മുടെ അസറ്റ്. അപ്പോൾ അതിന് എപ്പോഴും നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം കേട്ടോ. ഓട്ടത്തിനിടയ്ക്ക് എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ കുടുംബം, മക്കൾ, ഞാനുൾപ്പെടെ എല്ലാവരും ഈ ഓട്ടത്തിലല്ല അവനവനെ ശ്രദ്ധിക്കില്ല. പക്ഷെ അവനവനെ ശ്രദ്ധിക്കണം, മറ്റുള്ളവരെ ശ്രദ്ധിക്കണം, കൂടെ നമ്മളെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ഭൂമിക്ക് ഭാരാകരുത്, കുടുംബത്തിനും ഭാരാകരുത്. അപ്പോൾ അത് ഇങ്ങനെ തൊടുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ കൈ കാണിച്ചു നോക്കാൻ എന്ത് സുഖ, അടിപൊളി. അപ്പോൾ മറ്റേ കഴുകുമ്പോൾ കൊച്ചിന് മുടിക്കൊക്കെ തിക്നെസ് ഉള്ള നല്ല മുടിയൊക്കെയാണ്. അങ്ങനെ താരനും ഈ പൊട്ടലും മാത്രമൊക്കെ ഉള്ളൂ. താരൻ പിന്നെ ആഫ്റ്റർ കെയർ ഇതിൻ്റെ ചെല്ലുമ്പോൾ പിന്നെ താരൻ ഉണ്ടാവില്ല. പിന്നെ പൊട്ടൽ D3 ഒക്കെ കറക്റ്റ് ആകുമ്പോൾ വരും. അല്ലെങ്കിൽ കൊച്ചിനെ എപ്പോഴും കഴുകുമ്പോഴൊക്കെ ഡ്രയർ വെച്ച് ഇനി അതൊന്നും വേണ്ട, ചുമ്മാ കഴുകി ഉണങ്ങാൻ വേണമെങ്കിൽ ഒന്ന് കൂളിങ്ങിട്ട് ഡ്രയർ വെച്ചാൽ മതി. ചെറിയ ചൂടിട്ടേ ഞാൻ ഇങ്ങനെ കഴുകുമ്പോൾ എനിക്ക് നീർക്കെട്ട് കാരണം ഞാൻ പെട്ടെന്ന് ഡ്രയർ വെച്ച് കൂളിങ് കൂടെ വെച്ച് സെറ്റ് ചെയ്യും. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ കിടന്നോളൂ. നമുക്ക് ഈ മുടിയുടെ കാര്യം ഇത് ഏറ്റവും വലിയ ഗുണം ഈ ഹെയർ മേക്ക് ഓവർ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് നമുക്കുടെ കോൺഫിഡൻസ് കൂട്ടും. നമ്മുടെ മേക്ക് ഓവറേ മാറും. പിന്നെ കംഫോർട്ടാട്ടോ. മുടി ചീകണേ പറഞ്ഞ കാര്യം ഓർമ്മ ഇങ്ങനെ കിടന്നോളൂ. നമുക്ക് പണ്ട് കാണുമ്പോൾ ഈ ചൈനയിലെയും നിങ്ങൾക്കൊക്കെ മറ്റവരുടെ അവരെയൊക്കെ മുടി കാണുമ്പോൾ കൊതി വന്നാറുണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ സിൽക്കി ആയിട്ട്. ഞാനിങ്ങനെ എപ്പോഴും കൊതിക്കാറുള്ളൂ ദേശപ്പ. പക്ഷെ നമ്മൾ കൊതിക്കണേല നമ്മുടെ ജീവിതത്തിൽ കിട്ടുമെന്ന് നമ്മൾ കൊതിക്കുക, ആഗ്രഹിക്കുക എന്നോർത്ത് ആഗ്രഹത്തിൻ്റെ പുറകെ യേശോബ്ര പൊക്കോളും. ദൈവം നമുക്ക് ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. ഇങ്ങനെ എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ സിൽക്കി ആയിട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ സ്വപ്നത്തിൽ ഓർത്തില്ല. അപ്പോൾ കാലഘട്ടം നമുക്ക് ആ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നു. ഏത് പണ്ടൊക്കെ ഫിലിം സ്റ്റാർസിൻ്റെ വില ബോഡിയൊക്കെ ആണെന്ന് പറയാൻ പാടില്ല. അവരുടെയൊക്കെ മുടി ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഒഴുകുമ്പോഴൊക്കെ നമുക്കിപ്പോൾ അതായത് കണ്ടോ ഇതൊക്കെ പരസ്യത്തിന് വെള്ളം പോലെ ആയിരുന്നു നോക്കി മുടി കിടക്കുന്നത്. അടിപൊളി സൂപ്പർ. ഒന്ന് അടിക്കുമ്പോൾ തലേന്ന് അത് കണ്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അത് കണ്ടോക്ക് ഇഷ്ടപ്പെട്ടോ എന്നാണ് മുഖം കാണിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വരിക. കരാട്ടിൻ ബയോടാനിക്സ് ഫോഴ്സ് പ്ലാസ്റ്റിക് ബയോടാനിക്സ് ആട്ടോ ചെയ്തേക്കണേ. ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ഇത് ചെയ്താൽ മതി. നല്ല റിസൾട്ടാണ്. ഒരു വർഷത്തോളം കിട്ടും, 8-9 മാസം കിട്ടും ഇതിൻ്റെ റിസൾട്ട്.
40 വർഷം അവർ പറഞ്ഞ. പക്ഷേ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും ഇത് ആദ്യം ചെയ്തിട്ട് പോയവരെല്ലാം ഇങ്ങനെ 8-9 മാസം കിട്ടിയെന്നാണ് പറഞ്ഞത്. 8-9 മാസം ആകുമ്പോഴത്തേനും നമ്മുടെ തലയിൽ നിന്ന് ഒറിജിനൽ മുടി തീർത്ത് ഇവിടെ വരെയൊക്കെ എത്തും. അതാ പ്രോബ്ലം. നല്ല വളർച്ചയും ഒക്കെ കിട്ടും. ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനൊക്കെ ചെല്ലുമ്പോൾ അത് നല്ല തിക്കുമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും മുടി ചെയ്തിട്ട് നന്നായിട്ട് മുടി ഉണ്ടാകും കേട്ടോ. അപ്പോൾ ധൈര്യ സമയത്ത് ഇത് ചെയ്യാൻ പോരെ. അപ്പോൾ